ഇതിൽ നിന്നാണ് ഞാൻ എറണാകുളത്തുനിന്ന് ഇങ്ങോട്ടൊക്കെ ചവിട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒരു 8 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും. അതിൽ കൂടുതൽ എടുത്ത സമയങ്ങളുണ്ട്. നല്ലൊരു ഫോം ആയിട്ടിരുന്ന സമയത്ത് എനിക്കതൊരു 7.25 മണിക്കൂർ കൊണ്ട് ചവിട്ടി എടുത്തിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഒരു ഹോൾട്ടും ഉണ്ടാവും. 2 തവണ ഞാൻ എറണാകുളത്തോട് ചവിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് 2 തവണ ചവിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു വട്ടം. ഇത് സിദ്ധാർത്ഥ് ജീവകുമാർ. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കാൻ വരട്ടെ. ഈ ഒരു പേരിൽ എല്ലാം ഇരിക്കുന്നു എന്നതാണ് സത്യം. അതെന്താണെന്ന് ഒന്ന് കണ്ടുവരാം. തൻ്റെ പ്രൊഫഷന് താൽക്കാലിക ബ്രേക്ക് നൽകി ചിരട്ടയുൾപ്പെടെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വസ്തുക്കളിൽ നിന്നും മനോഹരമായ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിയാണ് സിദ്ധാർത്ഥ് ശ്രദ്ധേയനാകുന്നത്. തൻ്റെ പ്രൊഫഷന് ബ്രേക്ക് നൽകിയെങ്കിലും തൻ്റെ ഹോബി ടോപ്പ് ഗിയറിലാക്കാൻ ശ്രമിക്കുന്ന ഈ പുനലൂർ സ്വദേശിയെ ഒന്ന് അടുത്തറിയാം. അങ്ങനെ ബ്രേക്ക് പിടിച്ച് എറണാകുളത്ത് നിന്ന് സൈക്കിളിൽ പുനലൂരിലേക്ക് 2 തവണയും തിരിച്ച് എറണാകുളത്ത് 1 തവണ പോയ കഥയും സിദ്ധാർത്ഥിന് പറയാനുണ്ട്. ചിരട്ട കൊണ്ട് മോതിരങ്ങൾ, മാലകൾ, കമ്മലുകൾ എന്നിവയാണ് സിദ്ധാർത്ഥ് പ്രധാനമായി ഉണ്ടാക്കുന്നത്. യുവതിയുവാക്കൾക്ക് പുത്തൻ ഫാഷൻ ട്രെൻഡിനൊപ്പം ഉപയോഗിക്കാവുന്ന നയനമനോഹരമായ ഈട് നിൽക്കുന്ന വസ്തുക്കളാണ് സിദ്ധാർത്ഥ് നിർമ്മിക്കുന്നത്. ഒരു വേള ചിരട്ട കൊണ്ട് തന്നെയാണോ ഇത്തരം വസ്തുക്കൾ സിദ്ധാർത്ഥ് ഉണ്ടാക്കുന്നത് എന്ന് ആരും അതിശയിച്ചു പോകും. അത്രയ്ക്ക് മനോഹരമായാണ് ഓരോ വസ്തുക്കളും ഈ കലാകാരൻ നിർമ്മിക്കുന്നത്. ചങ്ങനാശ്ശേരി സെൻറ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് BA ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ ബിരുദധാരിയായ സിദ്ധാർത്ഥിന് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം ജീവവായുവാണ്. അനുദിനം എല്ലാ മേഖലയിലും മാറ്റം വരുന്ന ഈ ലോകത്ത് തൻ്റേതായ കയ്യൊപ്പ് പതിപ്പിക്കണമെന്ന ചിന്തയാണ് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലേക്ക് വഴി തുറന്നത്. സഹോദരിമാരുടെ നൃത്തത്തിനായുള്ള സാധന സാമഗ്രികൾ ഉണ്ടാക്കിയായിരുന്നു സിദ്ധാർത്ഥിൻ്റെ തുടക്കം. തുടർന്ന് തൻ്റേതായ രീതിയിൽ എന്തെങ്കിലും എപ്പോഴും ചെയ്യണമെന്ന ചിന്തയാണ് കരകൗശല നിർമ്മാണത്തിലേക്ക് വഴി തെളിച്ചത്. എൻ്റെ പേര് സിദ്ധാർത്ഥ് എന്നാണ്. ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് ഗ്രാജുവേറ്റ് ആണ്. പൊതുവെ എനിക്ക് കൈകൊണ്ടെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് തുടങ്ങിയതാണ് കുറച്ച് തടിപ്പണികൾ, പിന്നെ ചിരട്ടയിൽ കുറച്ച് ഓർണമെന്റ്സും കാര്യങ്ങളും. ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഞാൻ ഇപ്പോഴും റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഇത് ഹോൾഡിലാണ്. ഇൻസ്റ്റാഗ്രാം പേജൊക്കെ തുടങ്ങിയെങ്കിലും കുറച്ച് വർക്കൊക്കെ ചെയ്തെങ്കിലും ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഇപ്പം റീസെൻ്റ്ലി വന്ന വർക്കാണ് ഒരു വീണയുടെ സ്കൾപ്റ്റിംഗ് വർക്ക്. അത് ഞാനിപ്പം കോക്കോപിറ്റും ഫെവിക്കോളിലൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ പ്രോസസ്സിലാണ് ഇപ്പം നിൽക്കുന്നത്. പിന്നെ ഇതാണ് എൻ്റെ ഒരു ബ്രാൻഡ്, ഓൾഡ് സ്കൂൾ ഫുൾ. ഓൾഡ് സ്കൂൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. ഒരു ന്യൂ ഏജിലേക്ക് വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ അതിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ പഴയ കാര്യങ്ങളോടാണ് ഇഷ്ടം. എങ്കിലും ഡിജിറ്റൽ വർക്ക് ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഡിജിറ്റലി ചെയ്ത ഒരു ഇല്ലസ്ട്രേഷനാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ വാച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡ് ചെയ്തതാണ്. അതിന് ചാർജിങ് കേബിൾ വെക്കാനുള്ള ഏരിയ ഉണ്ട്. പവർ ബാങ്ക് വെച്ച് ചാർജ് ചെയ്യാം. ഇതാണ് എൻ്റെ വർക്ക് സ്പേസ്. വീട്ടിൻ്റെ തന്നെ ഒരു കോർണറിൽ തട്ടിക്കൂട്ടി ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഏരിയ ആണ്. ഇവിടെയാണ് എനിക്കൊരു ശാന്തവും സമാധാനവുമായിട്ടിരിക്കാൻ പറ്റുന്നൊരു ഏരിയ. ഇതൊക്കെ ചിരട്ടയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വെള്ള കാണുന്നത് കരിക്കിൻ്റെ ചിരട്ടയാണ്, ബാക്കിയെല്ലാം ചിരട്ടയാണ്. ഇതൊക്കെ അത്യാവശ്യം എഫേർട്ട് വേണ്ടി വന്നു. ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ സമയം ഇതിനകത്ത് എഫേർട്ട് ഇടേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്കൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുവാണ്. തൽക്കാലം ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ സാധ്യതകൾ മനസ്സിലാക്കി കുറച്ചുകൂടെ വിപുലീകരിച്ച് നടത്താൻ വേണ്ടിയിട്ട്. പ്രധാനമായിട്ടും ചിരട്ട അല്ലെങ്കിൽ തടി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് അതൊരു പഴയ സാധനമാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു നശിക്കാതെ കിടക്കുന്ന വസ്തുക്കളാണല്ലോ ഇപ്പോൾ കൂടുതലും, പ്ലാസ്റ്റിക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളിലേക്ക് പോകണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു താല്പര്യം. അപ്പോൾ അങ്ങനെയാണ് ചിരട്ടയിലൊക്കെ എത്തിയത്. അപ്പോൾ ഇതിന് ഫിനിഷ് ചെയ്തേക്കുന്നതാണെങ്കിലും സൂപ്പർ ഗ്ലൂ ആണ്. സൂപ്പർ ഗ്ലൂവും ഞാൻ അന്വേഷിച്ച് വെച്ച് ഇതൊരു എക്കോ ഫ്രണ്ട്ലി ഒരു ഗ്ലൂ ആണ് സൂപ്പർ ഗ്ലൂ. അതിനും നേച്ചറിനൊരു ഹാം ആയിട്ടുള്ളൊരു വസ്തുവല്ല സൂപ്പർ ഗ്ലൂ. ഇപ്പം ഞാനിപ്പം വുഡ് ഫില്ലാണ് യൂസ് ചെയ്യുന്നത്, ഫെവിക്കോളിൻ്റെ. ഇതാണ് ഞാൻ കോട്ട് ചെയ്യാനും ഇത് ഒട്ടിക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിലിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പെയിൻറ് ചെയ്തിട്ടുണ്ട്. കോഫി ഇംപ്രഷൻസ് എന്ന് ഇൻസ്റ്റാഗ്രാമിൽ അന്വേഷിച്ചാൽ കിട്ടും. പുള്ളിക്കാരി കസ്റ്റം ആർട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങൾ കൊളാബ് ചെയ്തിട്ടാണ് കുറച്ച് പ്രൊഡക്ട്സ് ചെയ്തേക്കുന്നത്. ബാക്കി ഇതെല്ലാം എൻ്റെ തന്നെ പ്രൊഡക്ട്സാണ്. കരിക്ക് ലാസ്റ്റ് ചെയ്യുന്നതാണ്, എന്നാൽ നമ്മൾ നശിപ്പിച്ചാൽ നശിക്കുന്നതുമാണ്. നമ്മുടെ ഭൂമിക്കൊരു
നശിക്കാതെ ഒരു ഭാരമായിട്ട് നിൽക്കില്ല. അപ്പോൾ എൻ്റെ പ്രൊഡക്ട്സ് കെയർ കൊടുത്താൽ ലാസ്റ്റ് ചെയ്യും, അതല്ലെങ്കിൽ ഭൂമിക്ക് ഒരു ഭാരമായിട്ട് ഇവിടെ കാണില്ല. അതാണ് എൻ്റെ എനിക്ക് താല്പര്യം തോന്നി, എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയൊരു ഫാക്ടർ അതാണ്. ഇപ്പം ഞാനിത് വേണമെങ്കിൽ എനിക്ക് പ്ലാസ്റ്റിക്കിലോ അല്ലെങ്കിൽ പോളിമർ ക്ലേ എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയലൊക്കെ ഉണ്ട്, അതിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടെ ലാസ്റ്റ് ചെയ്യും, പക്ഷെ അത് നശിക്കില്ല, ഭൂമിക്ക് അതൊരു ഭാരമായിട്ടുണ്ടാവും. തുടങ്ങാനുള്ള സാഹചര്യം മെയിൻലി ഞാൻ ഡിസൈനറാന്ന് പറഞ്ഞായിരുന്നല്ലോ, ഇപ്പൊ ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പം ഞാൻ എപ്പോഴും കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുന്നതിനേക്കാളും എനിക്ക് എപ്പോഴും ഇഷ്ടം എന്തെങ്കിലും കൈകൊണ്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പം ഒഴികാമ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പം അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതാണ് മെയിനായിട്ടൊരു തുടങ്ങാനുള്ളൊരു സ്പാർക്ക് വന്നത്. പിന്നെ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് തുടങ്ങുമ്പം നമുക്ക് അതിൻ്റെതായിട്ടൊരു ഫ്രീഡം ഉണ്ട്. നമുക്കിപ്പം ഞാൻ തന്നെയാണ് ലോഗോ ഡിസൈൻ ചെയ്തത്, അതെനിക്ക് ഗ്രാഫിക് ഡിസൈനിങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണ്. അപ്പം എനിക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്, എനിക്ക് എന്ത് ലോഗോ വേണം, അപ്പോൾ ഇതിനകത്ത് ഇന്ന കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്കത് നിർത്താൻ പറ്റും. ഇപ്പോൾ ഒരു ക്ലയൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അത് എപ്പോഴും ആ ഒരു ഫ്രീഡം നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. ഇപ്പോൾ ഈ ഒരു ലോഗോ ഇപ്പം ഞാനിത് എനിക്ക് റെഡിൽ മതി എന്ന് പറഞ്ഞാൽ എനിക്ക് റെഡ് മതി, പക്ഷേ ആക്ച്വൽ കളേഴ്സ് അതല്ല. ആ ഒരു ഫ്രീഡം എനിക്കുണ്ട്. വീണയുടെ വർക്ക് തുടങ്ങിയിട്ട് ഇപ്പം ആക്ച്വലി ഒരു മാസമായി, പക്ഷേ ഫുൾ ടൈം അതിനകത്ത് ഇരിക്കുന്നില്ല. ഇടയ്ക്ക് ഇപ്പോൾ ഓണമൊക്കെ ആയിരുന്നതുകൊണ്ട് ദിവസങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയ ഉഴപ്പുകളും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. മെറ്റീരിയൽ ഞാൻ പ്ലൈവുഡ് ആണ് ബേസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ബേസ് എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഞാൻ വയർ ഫ്രെയിം കൊതുക് വല ആയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ വയർ മെഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ച് ഞാൻ വയർ മെഷ് ആർമേച്ചർ ഉണ്ടാക്കി. ആർമേച്ചറിൻ്റെ മണ്ടയിൽ കൊക്കോപിറ്റ് ചകിരിച്ചോറും ഫെവിക്കോളും കൂടെ, ഫെവിക്കോള് SH എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ്, അത് വുഡ് ഗ്ലൂ ആണ്, അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിനെ മോൾഡ് ചെയ്ത് എടുക്കുന്നത്. സ്കൂൾ കോളേജ് തല മത്സര ഇനങ്ങൾക്കൊന്നും തന്നെ സിദ്ധാർത്ഥ് പങ്കെടുക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഹോബിയായി തുടങ്ങി അത് തുടരുന്നു എന്നതാണ് സത്യം. സ്വന്തമായി ബ്രാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് ബിസിനസ്സാക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഭാവിയിൽ അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ സിദ്ധാർത്ഥ് ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് സമയമെടുക്കുമെന്നും സിദ്ധാർത്ഥ് പറയുന്നു. സുഹൃത്തുക്കൾ വഴിയാണ് പ്രധാനമായി ഓർഡറുകൾ വരുന്നത്. അങ്ങനെ വന്ന ഒരു ഓർഡറിൻ്റെ വർക്കിലാണ് സിദ്ധാർത്ഥ് ഇപ്പോൾ. ക്ലയൻറ്റിൻ്റെ പുതിയ വീടിൻ്റെ ഇൻറ്റീരിയർ മനോഹരമാക്കാനായി പ്ലൈവുഡ് ബേസായി ചകിരിച്ചോറും ഫെവിക്കോളും ചേർന്നുള്ള വീണയുടെ നിർമ്മാണത്തിലാണ് സിദ്ധാർത്ഥ്. ചെയ്യുന്ന ഓരോ വർക്കിലും തൻ്റേതായ കയ്യൊപ്പ് പതിപ്പിക്കാനാണ് സിദ്ധാർത്ഥ് ശ്രമിക്കുന്നത്. ലോക്ക്ഡൗണിൽ തുടങ്ങിയതാണ് ചിരട്ടകളിലൂടെയുള്ള കരകൗശല വസ്തുക്കളുടെ നിർമ്മാണമെങ്കിൽ ശില്പചാരുതയാർന്ന ഇൻറ്റീരിയൽ വസ്തുക്കളുടെ നിർമ്മാണം ആരംഭിച്ചിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. പുനലൂരിലെ പ്രമുഖ വ്യവസായിയായിരുന്ന ഭാനുപണിക്കരുടെ ചെറുമകനാണ് സിദ്ധാർത്ഥ്. ബിസിനസ്സുകാരനായ അച്ഛൻ ജീവകുമാറും ബ്യൂട്ടി പാർലർ നടത്തുന്ന അമ്മ ദീപ്തിയും സഹോദരിമാരായ മീനാക്ഷിയും മൈഥിലിയും എല്ലാവിധ പിന്തുണയുമായി സിദ്ധാർത്ഥിന് ഒപ്പമുണ്ട്. ആദ്യത്തെ പടത്തിൽ സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു, 2018 സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. പിന്നെ ഒറ്റമുറി വെളിച്ചം എന്നാണ് പടത്തിന്റെ പേര്. രാഹുൽ രുചി നായർ ആയിരുന്നു ഡയറക്ടർ. രണ്ടാമത്തെ പടവും സെയിം ഡയറക്ടറിന്റെയും സെയിം ടീമായിരുന്നു അതിനകത്തെല്ലാം. രണ്ടാമത്തെ പടം റിലീസില്ല, പക്ഷെ അത് കള്ളനോട്ടം എന്നാ പേര്, അതിന് നാഷണൽ അവാർഡും ഉണ്ടായിരുന്നു. ഇതിൽ രണ്ടിലും ആർട്ട് ഡയറക്ടറാണ്. മൂവി ഫീൽഡ് അല്ല നോക്കുന്നതെങ്കിലും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം ഞാൻ ട്രൈ ചെയ്തു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വീണ്ടും ഒരു പടം ചെയ്യാൻ സാധ്യതയില്ല, പക്ഷേ എന്നാലും എൻ്റെ അനന്തരവൻ ഒരുത്തൻ സിനിമയൊക്കെ ചെയ്യുന്നവരാണ്, അപ്പം അവൻ്റെ വർക്കിൽ ചെയ്യാറുണ്ട്. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.